ഇപ്പോൾ കേരളത്തിൽ ചർച്ചയാകുന്ന സമാധിയുമായി ബന്ധപ്പെട്ട് കുടുംബം കോടതിയിലേക്കാണ്. എന്തായാലും എല്ലാവരും കാത്തിരിക്കുന്നത് ഈ പൊളിക്കുമോ എന്നതാണ്. ഈ സമാധി മന്ദിരം പൊളിക്കാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? കേസിൻ്റെ വാദപ്രതിവാദങ്ങൾക്കനുസരിച്ചായിരിക്കും കോടതി തെളിവുകൾക്കനുസരിച്ച് തീരുമാനത്തിലെത്തുക. ഇപ്പോൾ പ്രതിഭാഗം, അങ്ങനെ നമുക്ക് അവരെ വിശേഷിപ്പിക്കാം, പ്രോസിക്യൂഷൻ്റെ എതിരായിട്ട് വാദിക്കുന്നവർ പറയുന്ന ഒരു വാദം, പോലീസ് അവിടെ ചെന്നപ്പോൾ യാതൊരുവിധമായ ചോദ്യം ചെയ്യലും കൂടാതെ നേരെ കല്ലറയിലേക്ക് പോയിട്ട് കല്ലറ പൊളിക്കാൻ ശ്രമം നടത്തിയതാണ്, ധിക്കാരപരമായ ശ്രമം. രണ്ടാമത്തെ കാര്യം, അവർ ഭാരതീയ ന്യായശാസന പ്രകാരം അവർ പറയുന്നൊരു കാര്യം, ഇങ്ങനെയുള്ള കേസുകളിൽ പോലീസിന് പുറമേ ഒരു മജിസ്ട്രേറ്റ് കൂടി, ജില്ലാ മാജിസ്ട്രേറ്റ് കൂടി ഇക്കാര്യത്തിൽ അന്വേഷണം ക്യാൻ ബി ഡൺ എന്നാണ് പറയുന്നത്, നടത്താൻ കഴിയുമെന്നേ പറയുന്നുള്ളൂ. നിർബന്ധം കമ്പൾസറി ആയിട്ടൊന്നും പറയുന്നില്ല, മാൻഡേറ്ററി ആണെന്ന് പറയുന്നില്ല. പക്ഷേ അതിനർത്ഥം വീട്ടുകാരോട് ചോദിച്ചിരുന്നെങ്കിൽ നിങ്ങൾ അന്വേഷിച്ചാൽ പോരാ, മാജിസ്ട്രേറ്റ് അന്വേഷിക്കണം എന്ന് വീട്ടുകാർ പറഞ്ഞാൽ അത് ചെയ്യാൻ വകുപ്പുണ്ട്. അത് ചെയ്തിട്ടില്ല. നേരെ കല്ലറ വിളിക്കാൻ പോകുമ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്, പിന്നെ കോടതിയുടെ കാര്യം, ഇനി നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് എന്താണ്? അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നാണെന്ന് തോന്നുന്നത്, ഒരു സ്ത്രീ കിടന്ന് കരയുന്നു, മക്കൾ എതിർക്കുന്നു, പ്രതിരോധം സൃഷ്ടിക്കുന്നു. ഇത്രേ നമ്മൾ കാണുന്നുള്ളൂ. ഈ പറയുന്ന ഒരു വർഗീയ കലാപത്തിനുള്ള ആഹ്വാനമൊന്നും അവിടെ ഉണ്ടാവുന്നില്ല. നിങ്ങളിപ്പോൾ സംഭൽ എന്ന് പറയുന്ന ആ പള്ളിയിൽ കോടതി പറഞ്ഞത് പ്രകാരമാണ് കോടതിയും വന്നു. ഇവിടെ കോടതി വരാതെ തന്നെ പോലീസ് നടത്തിയത് സംഭവം. ഇതുപോലെ സമാനമായ സംഭവമാണ് സംഭലിൽ നടന്നതെന്ന് ഉൾക്കൊള്ളണം. ഇത് വർഗീയമാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന മാധ്യമങ്ങളും മനുഷ്യരും കമ്പയർ ചെയ്യണം, താരതമ്യങ്ങളുണ്ടാവണം. സംഭലിൽ ഇത് തന്നെ ചെന്നത്, പള്ളി പൊളിക്കാൻ ചെന്നതല്ലാരും, പള്ളി പൊളിക്കാൻ ചെന്നതല്ല. 1978 അവിടെ ഹിന്ദുക്കളെ മുഴുവൻ കൂട്ടക്കൊല ചെയ്തിട്ട് അവരെ പേടിച്ചോടിയ ഒരു സ്ഥലത്ത്, ഉത്തർപ്രദേശിലെ ഒരു സ്ഥലത്ത് സർവേ നടത്തണമെന്ന് കോടതി പറഞ്ഞത് പ്രകാരം സർവേ നടത്താൻ പോയതേ ഉള്ളൂ. അവിടുത്തെ സ്റ്റാറ്റസ് കോ തകർക്കാൻ ആരും ശ്രമിച്ചില്ല. ഇവിടെ പണ്ടൊരു ഹിന്ദു ക്ഷേത്രമുണ്ടായിരുന്നു എന്നൊന്നറിയാൻ വേണ്ടി മാത്രം, അറിയാനുള്ള അവകാശം ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. ശരിയാണ്, 1947 തൽസ്ഥിതി തന്നെ. അതിനുശേഷമുള്ള കാര്യങ്ങളൊന്നും, അതിന് മുമ്പുള്ള സ്ഥിതി അതുപോലെ നിലനിൽക്കണം. അതിനുശേഷമുള്ള മാറ്റങ്ങളെക്കുറിച്ച് മാത്രമേ പോലീസിന് അന്വേഷണം നടത്തി മാറ്റം വരുത്താൻ അവകാശമുള്ളൂ എന്നൊരു വകുപ്പ് കോൺഗ്രസിൻ്റെ കാലത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ശരി, അതിനുവേണ്ടി പോയ ആളിനെ തടസ്സപ്പെടുത്തുകയും കലാപം സൃഷ്ടിക്കുകയും, എത്ര പേരെ അവിടെ കൊന്നില്ലേ? പോലീസുകാരെ കൊന്നില്ലേ? MP അതിന് ചരട് വലിച്ചില്ലേ? അപ്പോൾ സാർ പറഞ്ഞു പറഞ്ഞ യോഗിയുടെ ആ നയങ്ങളാണോ കേരളത്തിൽ നടപ്പിലാക്കുന്നത്? അതിന് സമാനമായിട്ടുള്ള അത് നിയമമായിട്ടും നിയമവിധേയമായിട്ട് അത് നടപ്പാക്കിയിട്ടും അവിടെ കലാപം സൃഷ്ടിച്ചു. ഇവിടെ എന്ത് കലാപമാണ് നാട്ടുകാർ സൃഷ്ടിച്ചത്? ഹിന്ദുക്കൾ ആ ഭാഗത്തില്ലാഞ്ഞിട്ടാണോ? അവർ കൂട്ടമായിട്ട് വന്ന് ഇത് ഹിന്ദു വിരുദ്ധതയാണെന്ന് പറഞ്ഞ് ചോദ്യം ചെയ്തു? ഒന്നും ചെയ്തില്ലല്ലോ. പിന്നെ വർഗീയ കലാപമാക്കാൻ ശ്രമിക്കുന്നതെന്നും പറഞ്ഞ് ഇന്നലെ ഒരു ചാനലിൽ ഇരുന്ന് അവതാരകൻ അഭിനയിക്കുന്നത് കേട്ട് അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് കൂടും, അതുപോലെ തന്നെ കയ്യടിയും കിട്ടുമെന്ന് വിചാരിച്ചിട്ട്. എന്ത് വൃത്തികേടാണ് നിങ്ങൾ പറയുന്നത്? എന്ത് വർഗീയത അവിടെ ഉണ്ടായത്? ഒരു കുടുംബത്തിൻ്റെ നാഥനെ അദ്ദേഹത്തിൻ്റെ സമ്മതത്തോടു കൂടി അടക്കിയ സ്ഥലത്ത് പോലീസ് അത് പൊളിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, പള്ളിയിൽ ചെന്നൊരു കല്ലറ പൊളിക്കാൻ ശ്രമിച്ചാൽ വികാരപ്രകടനം ഉണ്ടാവില്ല. ആ വികാരപ്രകടനം മാത്രമേ ഞാൻ കണ്ടുള്ളൂ. RSSോ VHPയോ BJPയോ ബജരംഗ് ദളോ ഒന്നും അത് ഏറ്റെടുത്തതായിട്ട് ഒരു വാർത്തയില്ല. നിങ്ങളാണത് വർഗീയമാക്കാൻ ശ്രമിക്കുന്നത്. ആ ചാനൽ എന്ത് വൃത്തികേടാ നിങ്ങൾ കാണിക്കുന്നത്? പുരോഗമനവാദിയാണെന്ന് പറഞ്ഞ് കയ്യടി കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണോ? ഇത് പറയരുത് കേട്ടോ. വർഗീയത വർഗീയത ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. അതേ പറയാനുള്ളൂ. വൃത്തികെട്ട ഒരു തരം ചാനൽ മാനേജ്മെൻറ്റാണ് ആരായാലും ശരി. ആരംഭിക്കുന്ന മറ്റൊരു കാര്യം, ഈ നാട്ടുകാരെന്ന് പറഞ്ഞ അവിടെ വരുന്നത് മുഴുവൻ SDPI-കാരെന്നാണ് പറയുന്നത്. CPM-കാരായിരിക്കും സാധ്യതയുണ്ട്. SDPI സാധ്യതയുണ്ട്. അവിടെ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് SDPI ആയിരിക്കും. ഒരു ജന്മഭൂമി അവരുടെ മുഖപത്രം ഉണ്ടല്ലോ, ആ മുഖപത്രം പോലും ഇത് ഏറ്റെടുത്തിട്ടില്ല, എഡിറ്റോറിയൽ അവതരിപ്പിച്ചിട്ടില്ല. അത് കലാപമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ ഒരു ചാനലുണ്ടല്ലോ, അവർക്കും ഉണ്ടല്ലോ ചാനൽ, ജനം TV, അവർ പറഞ്ഞിട്ടില്ല. ഇത് കോടതി തീരുമാനിക്കട്ടെ. ഈ രാജ്യത്തെ കോടതി എന്തിനാ പിന്നെ?
നിങ്ങളെ കയറി അങ്ങ് അഭിപ്രായം പറഞ്ഞാൽ മതിയല്ലോ, അതനുസരിച്ച് പോലീസ് നടപടി സ്വീകരിക്കാൻ. അല്ല, അങ്ങനെ കയറി സ്മാർട്ടാവാൻ ശ്രമിക്കരുത് കേട്ടോ. ഈ രാജ്യത്ത് നിങ്ങളെക്കാൾ ബുദ്ധിയുള്ളവരും യുക്തിയുള്ളവരും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്നൊരു വിചാരം നിങ്ങൾക്ക് വേണം. നിങ്ങളാണ് അവസാന വാക്കെന്നുള്ള മട്ടിൽ പറയരുത്. വർഗീയമാക്കാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് ചോദിക്കുന്നത്. എവിടെ വർഗീയമാക്കാൻ ശ്രമിച്ചു? അവർ വക്കീൽ വഴി കോടതിയിൽ പോയി, അതാണോ വർഗീയം? കോടതിയിൽ പോകുന്നതാണോ വർഗീയം? അപ്പോൾ സംഭാലിൽ നടന്നത്, പോലീസുകാരെ തല്ലിക്കൊന്നത്, അവിടുത്തെ ഹിന്ദുക്കളെ കൊന്നത് എല്ലാം വർഗീയമാക്കാത്ത ശ്രമങ്ങൾ അല്ലേ? നിങ്ങൾ എന്താ ഇത് ഉദ്ദേശിക്കുന്നത്? ആ സമ്പലിലെ കാര്യം നേരെ കണ്ണടയ്ക്കുകയും അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ കണ്ണ് കൂടുതലായിട്ട് തുറന്ന ഭൂതക്കണ്ണാടിയിലൂടെ അത് കാണുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ നെൽസൺസ് ഐ എന്ന് പറയുന്നത്. ഒരു കണ്ണ് അടച്ചിട്ട് നിങ്ങൾ ഇവിടെ കാണുന്ന നിങ്ങൾക്ക് എതിരായിട്ട് വരുന്ന കാര്യങ്ങൾ കാണാതെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്ന കാര്യങ്ങൾ മാത്രം കാണുക. അതാണ് നെൽസൺസ് ഐ എന്ന് പറയുന്നത്. അത് കേട്ടോ, അത് പക്ഷപാതപരമാണ്, അത് മുൻവിധിയോടുകൂടിയുള്ള. ഇവിടെ ആരും വർഗീയമാക്കാൻ ശ്രമിച്ചിരിക്കുന്നില്ല. ഒരു വർഗീയത അവിടെ ഉണ്ടാകും. ഒരു കുടുംബത്തിൻ്റെ മനുഷ്യാവകാശമാണ്. അവരുടെ നാഥൻ അല്ലെങ്കിൽ ഒരു സന്യാസിയായി ജീവിച്ച ആൾ അയാൾ ആഗ്രഹിച്ചതുപോലെ അടക്കം ചെയ്തത് തകർക്കാമോ എന്നുള്ളതാണ്. എന്നിട്ട് ഈ ചാനൽ അവതാരകരിൽ നിന്ന് ചോദിക്കുക, അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ഷുഗറിന് ചികിത്സ ചെയ്തിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ പ്രഷറിന് ചികിത്സ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്ത ഒരാളെ പോലീസ് ചെയ്യാൻ തൊട്ടാലുണ്ട്. ഹേ മനുഷ്യ, അത് ജീവിച്ചിരുന്ന കാലത്താണ്. ഇത് ഭൗതിക ശരീരം അടക്കി വെച്ചിരിക്കുന്നതാണ്. അത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവാനുള്ള വിവരമില്ലേ? എന്താ സംബന്ധമാണ് നിങ്ങളീ പറയുന്നത്? കല്ലറയിൽ ചെന്ന് ശവമടക്കുക എന്ന് പറയുന്നത് അത് കുറ്റവാളിയാണെങ്കിൽ ചെയ്യാം. ഒരു ക്രിമിനലാണെന്നുള്ളതിന് ഏതെങ്കിലും റെക്കോർഡ് ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കൊന്നതാണെന്നുള്ളതിന് എന്തെങ്കിലും തെളിവ് ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടതാണ്. ഇവിടെ അങ്ങനൊരു ആരോപണമില്ല. അദ്ദേഹത്തെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ഹേബിയസ് കോർപ്പസ് റിട്ട് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്, സൂത്രമായിട്ട് കൗശലമായിട്ട്. ഇങ്ങനെയുള്ള പരാതികളൊന്നും ആർക്കുമില്ല. അങ്ങനെ കൊല്ലപ്പെട്ടതാണ്, ഇങ്ങനെ കൊല്ലപ്പെട്ടതാണെന്ന് ഒരു മരണപത്രവും ഇല്ല, ആത്മഹത്യാക്കുറിപ്പും ഇല്ല, ഒന്നുമില്ല. എന്നെ കൊല്ലുന്നതെന്ന് ആരും പറഞ്ഞിട്ടില്ല. ആരെങ്കിലും കുടുംബത്തിൽ നിന്ന് പറയണ്ടേ? നിങ്ങൾക്ക് ചോദ്യം ചെയ്യാമല്ലോ, അവരെ വിളിച്ചിട്ട് ചോദ്യം ചെയ്യാം, മനഃശാസ്ത്രപരമായിട്ട് ചോദ്യം ചെയ്യൂ. നിങ്ങൾ മൂന്നാം മുറയുടെ ശാസ്ത്രീയ മുറ ഉപയോഗിച്ച് ചോദ്യം ചെയ്യാമല്ലോ, ചോദ്യം ചെയ്ത് കണ്ടുപിടിക്കൂ. അല്ലാതെ ഈ കല്ലറ പൊളിക്കുന്നതിൽ എന്ത് മനോഭാവമാണ്? ഹിന്ദുത്വത്തെ അങ്ങ് തകർക്കാം എന്നുള്ളതാണോ കല്ലറ പൊളിച്ചുകൊണ്ട്? അങ്ങനൊന്നും തകരുന്നൊന്നും അല്ല ഹിന്ദുത്വം. എത്രയോ ക്ഷേത്രങ്ങൾ പൊളിച്ചു, തകർന്നോ ഹിന്ദുത്വം? ഇതാ ഇപ്പോൾ മഹാകുംഭമേള നടക്കുകയാണ്, അഭിമാനത്തോടു കൂടി, രാഷ്ട്രത്തിന് തന്നെ അഭിമാനമായിട്ട്, ഒരലമ്പും ഉണ്ടാക്കാതെ. പാകിസ്ഥാനിൽ വരെ അത് വൈറലാവുകയാണ്. നിങ്ങൾ ഈ ചെറിയ ചാനലിൻ്റെ അകത്തിരുന്നൊരു സ്റ്റുഡിയോയിലിരുന്നുകൊണ്ട് ഹിന്ദുത്വത്തെ അങ്ങ് തകർത്ത് കളയാം എന്നൊന്നും വിചാരിച്ച് കളയണ്ട. ബാബർ വിചാരിച്ചിട്ടും ഗോറി വിചാരിച്ചിട്ടും ഗസ്നി വിചാരിച്ചിട്ടും അറഗസിബി വിചാരിച്ചിട്ടും കഴിയാത്ത കാര്യം നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളൊരു മൂഢസ്വർഗത്തിൽ നിങ്ങളും ഇരിക്കരുത്. ഇവിടെ ഹിന്ദു മുസ്ലിം തമ്മിൽ യാതൊരു പ്രശ്നമില്ലാത്തടത്ത് ഇല്ലാത്ത പ്രശ്നങ്ങൾ നിങ്ങളുണ്ടാവരുത്. ഇത് ഹിന്ദു മുസ്ലിം പ്രശ്നമോ ഹിന്ദു ക്രിസ്ത്യൻ പ്രശ്നമോ അല്ല. ഒരു കുടുംബത്തിൻ്റെ അഭിമാനത്തിൻ്റെ, മനുഷ്യൻ്റെ മനുഷ്യാവകാശത്തിൻ്റെ പ്രശ്നം അല്ല. വർഗീയ പ്രശ്നമാക്കി അതിനെ ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കുകയും വേണ്ട. ഉമ്മാക്കി കാട്ടി അങ്ങ് ഹിന്ദുത്വം തകർക്കാമെന്നും നിങ്ങൾ വിചാരിക്കേണ്ട. അങ്ങനൊന്നും തകരില്ല. അതിൻ്റെ സമാധാനപരമായ അഹിംസാപരമായ മാർഗങ്ങളിൽ കൂടി ഏത് ഭീകരന്മാർ വിചാരിച്ചിട്ട് തകർക്കാത്ത ആ ഹിന്ദുത്വം നിങ്ങൾ ചാനലിൻ്റെ ഒരു ക്യാമറയുടെ ആ സൗകര്യം ഉപയോഗിച്ച് തകർക്കാമെന്ന് വിചാരിക്കുന്നുണ്ടല്ലോ, ആ വക്രബുദ്ധി അതങ്ങ് മനസ്സിൽ വെച്ചോ.